നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ വലിയ രൂപത്തിലുള്ള ചർച്ചാ വിഷയം തന്നെയാണ് ഉപ്പുമുളകിൻ്റെ സെറ്റിൽ നടക്കുന്നത്. പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയായ ഉപ്പുമുളകും. സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് പ്രേക്ഷകർ ഉപ്പുമുളകിലെ അംഗങ്ങളെ കാണുന്നത്. ഉപ്പുമുളകം എന്ന ഹാസ്യ പരമ്പര വിജയിക്കാനുള്ള കാരണം അതിലെ പ്രേക്ഷകരെ പോലെ തന്നെ അതിൻ്റെ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഉപ്പുമുളകും എന്ന ഹാസ്യ പരമ്പര ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതിനും കാരണം തന്നെ. അതിലെ നീലുവും ബാലുവുമായുള്ള കോംബോയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടം. ഇപ്പോൾ അതിലെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളും വിമർശനവും ഉപ്പുമുളക് നേരിടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിജു സോപാനം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച പോസ്റ്റ് ഇതിലെല്ലാം തന്നെ ഒരു മാറ്റം കുറിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിജു സോപാനും നിഷാ സാരംഗും ഉപ്പുമുളകിൻ്റെ സെറ്റിലെത്താറില്ല. ഇരുവരും ഉപ്പുമുളകിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ബിജു സോപാനം മാറി നിൽക്കാനുള്ള കാരണം പരാതി തന്നെയാണ്. ഉപ്പുമുളകിലെ ഒരു സെറ്റിൽ വെച്ചുണ്ടായ പ്രശ്നത്തിൽ ലൈംഗികമായി തന്നെ അതിക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ഉപ്പുമുളകിലെ നടി കൊടുത്ത പരാതിയിൽ ബിജു സോപാനത്തിനെയും SP ശ്രീകുമാറിനെയുമെതിരെ കേസുണ്ടായിരുന്നു. ഈ കേസ് കാരണമാണ് ബിജു സോപാനും SP ശ്രീകുമാറും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്താത്തത് എന്നായിരുന്നു പ്രശ്നം. എന്നാൽ നീലു എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല എന്നതിന് ഇന്നും ഒരു മറുപടിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി ബിജു സോപാനം പങ്കുവച്ച പോസ്റ്റിലൂടെ ഉപ്പുമുളകിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തി എന്ന സംസാരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട്. മോഡിയനായി അഭിനയിച്ച ഋഷി ക്രിസ് കുമാറെ ഉപ്പുമുളകിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഋഷി തിരിച്ചു കൊണ്ടുവരുമോ എന്ന ചോദ്യം പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഉപ്പുമുളകിലും ഋഷിയെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. ഋഷിയും ഉപ്പുമുളകിലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാലുവും നീലുവും ഋഷിയും എല്ലാവരും ഒത്തിണങ്ങി പുതിയൊരു ഉപ്പുമുളകും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഋഷി വരാനുള്ള സാധ്യത ഒന്നുമില്ല എന്നും നിഷാ സാരംഗ് വരാനുള്ള സാധ്യത തന്നെ കുറവാണ്, പിന്നെയാണോ ഋഷി എന്ന ചോദ്യവുമായും ഒരുപാട് പ്രേക്ഷകരും രംഗത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും ഋഷി വരാനും ഋഷിയെ കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരും ഇന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഉപ്പുമുളകും എന്ന ഹാസ്യ പരമ്പരയിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ഋഷി വരുന്നതാണോ വരാതിരിക്കുന്നതാണോ നല്ലത് എന്നതിനെ പറ്റിയും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.